ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മനുഷ്യരാകും പിന്നീട് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ ചേർത്ത് നിൽക്കുന്ന മനുഷ്യരായി മാറുക. എങ്കിലും അവരിൽ ചിലരെങ്കിലും ഒരു കാരണം പോലും പറയാതെ ഇറങ്ങിപ്പോയിട്ടും ഉണ്ടാകാം. അനിശ്ചിതത്വങ്ങളുടെയും ഒറ്റപ്പെടലുകളുടെയും വേർപിരിയലുകളുടെയും അപ്രതീക്ഷിതമായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെയും ഒക്കെ ഇടയിലൂടെയാണ് നാം എല്ലാവരും സഞ്ചരിക്കുന്നത്. സ്നേഹത്തിൽ മുറിപ്പെട്ടവളായി സ്വയം സ്നേഹിക്കണമെന്ന വലിയ തിരിച്ചറിവിലേക്ക് പതിയെ നടന്നു കയറിയ അതിഥിയെ നമ്മൾ ആരും മറന്നിട്ടില്ല. ഓർക്കിഡ് പൂക്കളുടെ നിറവും തണുപ്പുമുള്ള ബാംഗ്ലൂരിൽ നിന്നും കൊൽക്കത്തയുടെ പന്താവിലേക്ക് ജീവിതത്തിന്റെ മറ്റൊരു അധ്യായം തുറന്നുകൊണ്ട് അതിഥി വീണ്ടും നമ്മെ തേടിയെത്തിയിരിക്കുന്നു. പുതിയ ജോലിയുടെ തിരക്കുകളിലേക്ക് ചേക്കേറിക്കൊണ്ട് മുറിപ്പെട്ട ഇടങ്ങളെ പിന്നിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് നടന്ന അതിഥിയെ തേടി മഹാദേവന്റെ കത്തുകൾ എത്തുന്നു. തനിക്ക് മാത്രം അറിയാവുന്ന മഹാദേവൻ എന്ന രഹസ്യത്തെ പിന്തുടർന്ന് തന്നിലേക്ക് ക്ഷണിക്കാത്ത ഒരു അതിഥി എത്തിച്ചേർന്നതോടുകൂടി അതിഥിയുടെ കൊൽക്കത്തൻ ജീവിതത്തിന്റെ ഗതി മാറുന്നു. അങ്ങനെ അയാളെ കാണാൻ അവൾ തീരുമാനിക്കുന്നു. അയാളിലൂടെ ജീവിതത്തിന്റെ ആകസ്മികതയുടെ കരതലം അവളെ വന്നു തൊടുന്നു. എന്തായിരിക്കാം അയാൾക്ക് അവളോട് പറയാനുണ്ടാവുക? ആ ചോദ്യം നമ്മൾ വായനക്കാരുടെ ഉള്ളിലും അലയടിക്കുന്നു. സ്നേഹസമ്മാനമായി കരുതിയ ഒരു ഗിറ്റാറിന്റെ സുന്ദരമായ ഈണം പോലെ മിഴി എന്ന പെൺകുട്ടിയുടെ കഥ നമ്മൾ കേട്ടിരുന്നു പോകുന്നു. ആരാണ് മിഴി എന്ന അത്ഭുതം കൂറുന്ന കണ്ണുകളോടുകൂടി നമ്മളിൽ ഓരോരുത്തരും ഒരു മിഴിയുണ്ടെന്ന് നാം തിരിച്ചറിയുന്നു. മനോഹരമായൊരു പ്രണയകാലത്തിന്റെ നനവ് നമ്മളിൽ എല്ലാം പടരുന്നു. No matter how hard the past is, you can always begin again. ഇത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന മെഗാ ബെസ്റ്റ് സെല്ലറിന് ശേഷം നിംന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്.